ഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതുന്നവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ഓ കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? പ്രൈസ് ഗോഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ സാം ജേക്കബ് ചെന്നിത്തല. ഞങ്ങൾ കുടുംബമായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ ടെസ്റ്റ് മണി ഒരു ലോങ് ടെസ്റ്റ് മണിയാണ്. വളരെ ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പാട്ട് പാടിയല്ലോ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. നമുക്കില്ലയോ എന്നല്ല പാട്ട് എഴുതിയത്, നിനക്കില്ലയോ എന്നാ. ആരെ നോക്കി എഴുതിയെന്നറിയാമോ? എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ വല്യമ്മച്ചിയെ നോക്കി എഴുതി, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ നിനക്കൊരു നല്ല നായകനില്ലയോ. എന്തിനാ നീ തളരുന്നത് എന്ന് എൻ്റെ വല്യപ്പച്ചനായ പാസ്റ്റർ മുട്ടങ്കി വർഗീസ് എഴുതിയ ഗാനമാണ് ഞാൻ ആദ്യമേ പാടിയത്. സ്തോത്രം. എൻ്റെ പിതാവ് പാസ്റ്ററാണ്. 54 വർഷമായി IPC ചർച്ചിൽ ശുശ്രൂഷനായിരിക്കുന്നു. പാസ്റ്റർ ജേക്കബ് സാമുവൽ തിരുവല്ലയിൽ അദ്ദേഹം ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവമക്കളെ, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ടോ അല്ല പാസ്റ്റർമാരുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒന്നും ദൈവവചനം എടുത്തിറങ്ങിയ ആളല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിൻ്റെ പാരമ്പര്യത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട് ഇതെല്ലാം കണ്ടും കേട്ടും ഇതൊക്കെ വെറും കഥയാണെന്നും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നും മനസ്സിൽ ചിന്ത കയറി ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. അങ്ങനെ അകന്നകന്ന് ഹല്ലേലൂയ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഹല്ലേലൂയ ജോലിയോടനുബന്ധിച്ച് അബുദാബി എന്ന പട്ടണത്തിലെത്തുന്നു. അതിനുശേഷം ദുബൈയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ദുബൈയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിയുന്നു. ഞാൻ ഓടിച്ചു പറയുകയാണ്, വിവാഹം കഴിയുന്നു. അതിനുശേഷമാണ് ഞങ്ങളൊരു ബിസിനസ് ദുബൈ പട്ടണത്തിൽ ആരംഭിക്കുന്നു. അങ്ങനെ ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനി ദുബൈ പട്ടണത്തിൽ ആരംഭിച്ചു. ഏകദേശം 21 വർഷം ദുബൈയിലായിരുന്നു. സ്തോത്രം. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഹല്ലേലൂയ പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പ്രത്യേകിച്ച് ഒരു ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ദൈവമക്കളെ, എങ്ങനെങ്കിലും പിതാക്കന്മാർ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് പിതാക്കന്മാർ എങ്ങനെ നഷ്ടപ്പെടുത്തി? കള്ളു കുടിച്ച് കളഞ്ഞതല്ല, അവർക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ കർത്താവിന് വേണ്ടി കൊടുത്ത്, കർത്താവിന് രാജ്യത്തിനു വേണ്ടി കൊടുത്ത് അവർ ദൈവത്തിനോട് നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലാതായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു കാര്യം ചെയ്തു, എങ്ങനെങ്കിലും സമ്പത്തുണ്ടാക്കണം. അതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ബിസിനസ് ആരംഭിച്ചത്. ദൈവമില്ലാത്തവനായി ജീവിക്കുമ്പോൾ തന്നെ ബിസിനസ് വളരാൻ തുടങ്ങി. പക്ഷേ ദൈവദാസന്മാർ പലരും എന്നോട് ഇടപെട്ട് നേരിട്ടും അല്ലാതെയും സംസാരിച്ചിട്ട് ഞാൻ എഗ്രി ചെയ്തില്ല, ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. പക്ഷേ ദൈവത്തിൻ്റെ പിടി ഞങ്ങളുടെ മേൽ വീണു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിൽ വീഴുന്നത് ഭയങ്കര ഭയാനകമാണ്. ദൈവത്തിൻ്റെ കരം എൻ്റെ വീണു. ദൈവമക്കളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അടിച്ച് തകർത്തു. ഒത്തിരി കാര്യങ്ങൾ ഇടയ്ക്ക് പറയാനുണ്ട്, അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് ഓടിപ്പോവുകയാണ്. ഞങ്ങളുടെ ബിസിനസ്സിനെ കർത്താവ് അടിച്ച് തകർത്തു. ഹല്ലേലൂയ. അനേക ലക്ഷങ്ങൾ ദിറംസ് കടമുള്ള കടബാധ്യതയുള്ള കമ്പനിയായി മാറ്റപ്പെട്ടു. അങ്ങനെ ഹല്ലേലൂയ അവിടുത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ദൈവമക്കളെ, ആ ജയിലിനകത്തുനിന്ന് തമ്പുരാൻ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എൻ്റെ കംപ്ലീറ്റ് ബാധ്യതയും ഏറ്റെടുത്ത് അദ്ദേഹം എന്നെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ പുറത്തു
കൊണ്ടുവന്നെങ്കിലും ദൈവീയ പദ്ധതിക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ദൈവത്തോട് പറ്റിയിരിപ്പുണ്ട്, ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ല. ബിക്കോസ് കർത്താവ് ഞങ്ങളോട് പറയുന്നത് അറിയാമോ? നിങ്ങൾ ഇവിടം വിട്ട് എന്ന് പറഞ്ഞാൽ ദുബായ് പട്ടണം വിട്ടിട്ട് നിങ്ങളുടെ ജന്മസ്ഥലത്തെത്തണം. അവിടെ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുമായി, അവിടെ ജനിച്ച കുഞ്ഞുങ്ങളുമായി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ലൈഫിലുണ്ടായിട്ട് കർത്താവിൻ്റെ വാക്ക് ഏറ്റെടുത്തില്ല. ദൈവമക്കളെ, ഞങ്ങളുടെ ഹല്ലേലൂയ കടബാധ്യത എല്ലാം ദൈവം ഒരു അമേരിക്കക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എല്ലാം ക്ലിയറാക്കി. അതിനുശേഷം ഹല്ലേലൂയ ദൈവാത്മാവ് വീണ്ടും ഇടപെട്ടു. ദേശം വിട്ടു പോകണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, 2016 വരെ ആ ഒരു സംഭവം മുന്നോട്ട് പോയി. ദൈവവുമായിട്ടൊരു മല്ലുപിടുത്തം നടക്കുക. കർത്താവ് എന്നോട് പറയുന്നു, വിട്ടു പോകണം, അവിടെ നിന്നെ എനിക്ക് ഉപയോഗിക്കണം. പക്ഷെ ഞാൻ ദൈവസന്നിധി തയ്യാറാകുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം 2016 ജനുവരി മാസം 19 എൻ്റെ വൈഫിന് ജോലിയുണ്ട്. വൈഫ് അന്ന് ജോലിക്ക് പോയി. ഞാൻ 2 ദിവസം ജോലിക്ക് കയറും. ഞങ്ങളുടെ ബിസിനസ് എല്ലാം നിർത്തി ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വൈഫ് ജോലിക്ക് കയറി. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ജോലി സ്ഥലത്ത് വിട്ടതിന് ശേഷം ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന കാർ പാർക്കിങ്ങിൽ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഞാൻ ആ ഫുട്പാത്തിൽ വീഴുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടുത്തെ ദുബായ് പോലീസിൻ്റെ ആംബുലൻസും പോലീസും വന്നിട്ട് എന്നെ റാഷീദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നു ആ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവമക്കളെ, എൻ്റെ വലത് കാല് 2ആയിട്ട് ഒടിഞ്ഞുപോയി. എങ്ങനെ ഒടിഞ്ഞതൊന്നും എനിക്കറിയത്തില്ല. ആ വീഴ്ചയിൽ എൻ്റെ കാല് 2ആയിട്ട് ഒടിഞ്ഞു പോവുകയാണ്. സ്തോത്രം. ഒരു മുറിവില്ല, ഒരു ചോരപ്പാടില്ല. എങ്ങനെ ഒടിഞ്ഞു എന്നറിയത്തില്ല. പക്ഷെ എൻ്റെ കാൽ ഒടിഞ്ഞ് തിരിഞ്ഞു പോയി. മുട്ടിൻ്റെ അവിടെ വെച്ച് ഒടിഞ്ഞ് തിരിഞ്ഞു പോയി. അവർ 2 സൈഡും ഓപ്പറേഷൻ ചെയ്തു. 4 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ. ടൈറ്റാനിയം പ്ലേറ്റ് 14 സ്ക്രൂ ഈ സൈഡിൽ, 14 സ്ക്രൂ ഈ സൈഡിൽ ഇട്ടിട്ട് ഇഞ്ചസ് ഇട്ട് കാല് ഫിറ്റ് ചെയ്തു. നല്ല ഫിക്സിങ്. ഏറ്റവും നല്ല ഡോക്ടറാണ് ചെയ്തിരിക്കുന്നത്. റാഷീദ് ഹോസ്പിറ്റലിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, സാമുവേൽ നീ നടക്കും, 2.5 മാസം കഴിഞ്ഞ് നടക്കും. എൻ്റെ ഒഫീഷ്യൽ നെയിം സാമുവല്ല. അദ്ദേഹം പറഞ്ഞു, സാമുവേൽ 2.5 മാസം കഴിഞ്ഞ് നീ നടക്കും. എനിക്ക് വലിയ സന്തോഷമായി. അന്ന് രാത്രി ഞാൻ ആ റിക്കവറി റൂമിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, മോനെ, ഞാനാ നിന്നെ തൊട്ടത്, നീ നടക്കത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, 3 മാസം അവർ പരമാവധി ശ്രമിച്ചു നോക്കി, എന്നെ നടത്താൻ കഴിഞ്ഞില്ല. അവസാനം ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. എൻ്റെ കാലിന് സ്പർശന ശക്തിയില്ല, എൻ്റെ കാലിന് ബലം കൊടുക്കാൻ കഴിയുന്നില്ല. നടക്കാൻ വയ്യാത്ത സ്റ്റേജിലേക്ക് മാറി. വീൽ ചെയറിലേക്ക് സാം ജേക്കബ് മാറ്റപ്പെട്ടു. ഓടി നടന്ന ബിസിനസ് ചെയ്തവൻ, ആരെയും കൂസാത്തവൻ, വീൽ ചെയറിൽ ദൈവം ഇരുത്തിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിച്ച് നിന്റെ ജന്മസ്ഥലത്തെത്തുമ്പോൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. മുൻപും പിൻപും ദൈവം അടച്ചു. ദൈവത്തിൻ്റെ കരം ഭാരമായി കഴിഞ്ഞു. ദൈവത്തോട് പറ്റിയിരിക്കാൻ തീരുമാനിച്ചു. കർത്താവേ, ഞങ്ങൾ പോവുകയാണ്. പൂർണ്ണമായ ദിവസത്തിന് തീരുമാനമെടുത്തു. വൈഫ് ജോലി രാജിവെച്ചു. കുഞ്ഞുങ്ങളുടെ ടീസി മേടിച്ചു. 2016 ഏപ്രിൽ മാസം 26 ദുബായ് പട്ടണത്തോട് ബൈ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തിരുവനന്തപുരം എയർപോർട്ടിൽ ഞങ്ങൾ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുവന്ന് ഫ്ലൈറ്റിൽ കയറ്റിയതൊക്കെ. തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിൽ 2 കാലിൻ്റെ വലിപ്പമായി നീര് വെച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, വീട്ടിൽ കൊണ്ടുവന്നു. രാത്രി ഞാൻ പറഞ്ഞ, കർത്താവേ, വീൽ ചെയറിൽ ഇരുന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല, വീൽ ചെയറിൽ ഞാൻ പുറത്തു പോകത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 9ാമത്തെ ദിവസം ഞങ്ങളുടെ സഭ IPC പ്രസിഡന്റ് തിരുവല്ലയാണ്. പാസ്റ്റർ രാജു ബോക്കലയാണ് പാസ്റ്റർ. ഞാൻ ഹല്ലേലൂയ സഭയിൽ ആ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആ സഭയിലാണ്. എന്നെ കൊണ്ടുവന്നൊരു സൈഡിൽ ക്രച്ചസ് ഉപയോഗിച്ചുകൊണ്ടിരുത്തി. പാസ്റ്റർ പറഞ്ഞു, സാമേ, അവസാനം ഒരു 25 മിനിറ്റ് സമയം സാമിൻ്റെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഹെൽപ്പ് ചെയ്ത് ആ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ആ പുൾപിറ്റിൽ മുറുക്കെ പിടിച്ചു. എൻ്റെ ക്രച്ചസ് ഞാൻ മാറ്റിവെച്ചിട്ട് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് സാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജനമെല്ലാം ഇങ്ങോട്ട് കൈ നീട്ടാൻ പറഞ്ഞു. അദ്ദേഹം ആ സഭയെ ആ ശക്തമായ ആ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു വാക്ക് ഇപ്രകാരം പറഞ്ഞു, എടുത്തു പറഞ്ഞ് എൻ്റെ മൈൻഡിലേക്ക് കയറി. അദ്ദേഹം പറഞ്ഞു, ഏലിയാവ് ആഹാബിന് രഥത്തിന് മുന്നിൽ ഓടിയതുപോലെ സാം ഓടണം. പ്രൈസ് ദി ലോർഡ്. അവൻ വീൽ ചെയറിലല്ല, നടക്കുകയല്ല. ഏലിയാവ് ആഹാബിന് രഥത്തിന് മുമ്പിൽ ഓടിയതുപോലെ ദേശങ്ങൾ, രാജ്യങ്ങൾ ഓടണം എന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഉടൻ തന്നെ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആൾക്കാർ, ദൈവദാസന്മാർ വന്ന് ഹെൽപ്പ് ചെയ്തു. ക്രച്ചസ് ഉപയോഗിച്ച് എന്നെ മടക്കി കൊണ്ട് സീറ്റിൽ കൊണ്ട് ഇരുത്താൻ പോവുകയാണ്.
ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ക്രച്ചസ് മാറ്റി നടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ സ്റ്റേജിൽ ഞാൻ എൻ്റെ കാലുകുത്തി 98 കിലോ ബോഡി വെയിറ്റ് കൊടുത്ത് അവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ക്രച്ചസ് പൊക്കി നടന്നു. നമ്മുടെ ദൈവം ആരെന്നറിയാമോ? പുസ്തകത്തിലെ ദൈവമല്ല, ഫോട്ടോയിലെ ദൈവമല്ല, അടിച്ചു പൊട്ടിയിരിക്കുന്ന കല്ലറയിലെ ദൈവമല്ല, ജീവിക്കുന്ന സർവശക്തനായ ദൈവം. ആ ദൈവം ഇന്നും ചലിച്ചോണ്ടിരിക്കുക. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും ചലിച്ചോണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാവിലെ 7:30 എന്നെ എടുത്ത കാറെ കയറ്റിയത്, ഉച്ചയ്ക്ക് 1:30 ഞാൻ നടന്ന എൻ്റെ വീട്ടിൽ കയറിയത്. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. പ്രൈസ് ഗോഡ്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? കേരളത്തിലോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതാണ് ഞാനും ദൈവമായിട്ട് വടംവലി നടന്നത്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ എന്നെ കേരളത്തിൽ കൊണ്ടുപോകുന്നത്? വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം, എന്തിനാ അപ്പച്ച കേരളത്തിൽ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ അവസ്ഥ. ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ട്, ഇഷ്ടം പോലെ സഭയുണ്ട്, എന്തിനാ അപ്പച്ച അങ്ങോട്ട് പോകുന്നത്? കർത്താവ് ആൻസർ തന്നില്ല. പക്ഷെ ഞാൻ സൗഖ്യമായ അന്ന് രാത്രിയിൽ ഞാൻ ഇതേ വാചകം ചൊല്ലി പ്രാർത്ഥിച്ചു, കർത്താവ് എന്തിനാ എന്നെ കൊണ്ടുവന്നത്? അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ ബോർഡ് എന്നെ കർത്താവ് കാണിച്ചു. ആ ബോർഡിനകത്ത് എഴുതി വരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. എൻ്റെ ലൈഫിൽ ഇന്നു വരെ കാണാത്തൊരു ബോർഡ് ഞാൻ കണ്ടു. ഞാൻ ചാടി എഴുന്നേറ്റു. ദൈവാത്മാവ് എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ ചാടി എഴുന്നേറ്റോണം. ദൈവാത്മാവ് ആരെങ്കിലും മുഖം കാണിക്കുന്നെങ്കിൽ ചാടി എഴുന്നേറ്റോണം. നിങ്ങൾ അതിൻ്റെ മുന്നിൽ പെരുന്നയിരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വിരിയും. പ്രൈസ് ഗോഡ്. വെറുതെ അല്ല ദൈവം കാണിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുന്ന നിന്നെ ദൈവം ചിലത് കാണിക്കുന്നത്, ചിലത് വിരിയാനുണ്ട്, ചിലത് പുറത്തു വരാനുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ മാറിയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്താപ്പാ, ആരെങ്കിലും മരിക്കുകയാണോ? ആരെങ്കിലും മരിക്കാൻ പോവുകയാണോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഞാൻ പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? ഞാൻ പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? അതെന്താ കർത്താവേ, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അനുസരിക്കത്തില്ലേ? നോ. ഞാൻ കോൾ ചെയ്ത് കൊണ്ടുവന്ന പലരും അനുസരിക്കുന്നില്ല. അവരുടെ തിയറിയും തിയോളജിയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവിനകത്ത് മുങ്ങിക്കുളിച്ചാലും ഞാനൊരു കാര്യം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവാത്മാവ് പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അപ്പാ അങ്ങ് എന്ത് പറഞ്ഞാലും അനുസരിക്കാം. അങ്ങനാണെങ്കിൽ ഞാൻ നിന്നെ കാണിച്ച ബോർഡ് ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് നിന്റെ വീടിൻ്റെ മുകളിൽ വെക്കണം. സ്തോത്രം. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. എൻ്റെ വൈഫ് ഇരിപ്പുണ്ട്, ഞാൻ ആലോചന ചോദിച്ചില്ല. പപ്പായെ ഫോണിൽ കിട്ടും, ആലോചന ചോദിച്ചില്ല. വല്യപ്പച്ചനെ ഫോണിൽ കിട്ടും, ആലോചന ചോദിച്ചില്ല. രാവിലെ തന്നെ ഇറങ്ങി 8 അടി നീളം 4 അടി വീതിയുള്ള മെറ്റൽ ബോർഡിനകത്ത് ഫ്രെയിം ഉണ്ടാക്കിപ്പിച്ചു. 3 ദിവസം 7 മണിയായപ്പോൾ, 3-ാം ദിവസം ബുധനാഴ്ച 7 മണിയാകുമ്പോൾ അതേ ബോർഡ് കൊണ്ട് ഞങ്ങളുടെ വീടിന് മുകളിൽ ഫിറ്റ് ചെയ്തു. ദൈവം പറഞ്ഞതനുസരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിൽ വന്ന ആദ്യത്തെ ഡെമോ കർത്താവ് കാണിക്കുകയാണ്. രാത്രി 8:30, 7:30, 8 മണിയായപ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു മറ്റു ജാതിയിൽപ്പെട്ട ഒരു കുടുംബം അവിടെ കയറി വന്നു. ഒരു കുഞ്ഞുമായി കടന്നു വന്നു. അവർ മാനസികമായിട്ട് തകർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരായി. അതാണ് അവർ അവിടേക്ക് കയറി വന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ നമ്മളെ രണ്ടുപേരെ അറിയുന്ന സ്വർഗം എന്നോട് സംസാരിച്ചു. ഇന്നേക്ക് 3 ദിവസം തികയതിന് മുമ്പ് ഈ ബോർഡ് വെച്ചിരിക്കണം. അന്ന് രാത്രി അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കുടുംബമായിരുന്നു. ആ കുഞ്ഞിന് വിഷം കൊടുത്തിട്ട് ആ കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ദൈവം അവരിൽ വ്യാപരിച്ചിരുന്ന ഈവിൾ സ്പിരിറ്റിനെ അന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ വ്യാപരിച്ചു. അവിടെ മനോവേദന മാറി, അവിടെ ഭയം മാറി, അവിടെ നിരാശ മാറി. ആ അന്ധകാര ശക്തി അവരെ വിട്ടു മാറി. ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ ഈ ബോർഡും വെച്ച് ഇവിടെ ഇരുന്നാ മതിയോ? നോ, ഡെമോയാണിത്.
കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ ബോർഡ് ഇരിക്കണം, എല്ലാ ഹൈവേയിലും എല്ലാ NH-ലും ബോർഡ് ഇരിക്കണം. ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കാൻ പോകുമ്പോൾ ഞാൻ നിന്റെ അടുക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് MC റോഡിലും NH-ലും ഞങ്ങൾ ബോർഡ് വെക്കാൻ ആരംഭിച്ചു. 100 കണക്കിന് ആൾക്കാർ മരിക്കാൻ പോകുന്നൊരു കോള് വരാൻ തുടങ്ങി. അതിനകത്ത് വലിയ വലിയ ആൾക്കാരുണ്ട്, ചെറിയ ആൾക്കാരുണ്ട് വരാൻ തുടങ്ങി. ആത്മാവിൻ്റെ വലിപ്പം സൈമ വരാൻ തുടങ്ങി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ വ്യാപരിക്കുന്ന പൈശാചികമണ്ഡലം കഴിഞ്ഞു മാറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി എന്ത് ചെയ്യണം? പോരാ, റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഹോപ്പ് മിഷൻ ഇന്ത്യ എന്ന ടീം റൈസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ടൗണുകളിലും ഫ്ലെക്സ് വെച്ച വാഹനം കറങ്ങാൻ തുടങ്ങി. ആത്മഹത്യ അരുത്, ആത്മഹത്യ അരുത്, യേശു സ്നേഹിക്കുന്നുള്ള വാഹനം കറങ്ങാൻ തുടങ്ങിയപ്പോൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്പർ നോട്ട് ചെയ്തിട്ട് കോൾ ചെയ്യാൻ തുടങ്ങി. രാത്രി 1 മണി 2 മണിക്കൊക്കെ മരിക്കാൻ പോകുന്നവരുടെ കോൾ വരാൻ തുടങ്ങി. എല്ലാ ജംഗ്ഷനിലും ഞങ്ങൾ അവയർനെസ് മീറ്റിംഗ് നടത്താൻ തുടങ്ങി. 2500 മീറ്റിംഗ് കേരളത്തിൽ നടത്തി. ഈ 6.5 വർഷം കൊണ്ട് ദൈവനാമ മഹത്വത്തിന് ഞാൻ പറയട്ടെ, 10351 പേരെ ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. മുഴുവൻ മഹത്വം ദൈവത്തിന്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ പ്രാപ്തിയല്ല, ദൈവം പറഞ്ഞത് അനുസരിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്ന അനുസരിക്കാൻ തയ്യാറാണോ? ഈ ബാംഗ്ലൂർ പട്ടണത്തെ കർത്താവ് കീഴ്മേൽ മറിക്കും. 2015 ഞാൻ ദുബായിൽ നിന്ന് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വന്നപ്പോൾ അവിടെ വെച്ച് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കടന്നു പോകുന്ന സ്ഥലത്തൊരു അന്ധകാര ശക്തിയെ ഞാൻ ഇളക്കും, പേടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പേടിക്കത്തില്ല കർത്താവ്. ഞാൻ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് വിചാരിച്ച്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കൊല്ലിയാൻ മിന്നിട്ട് ഞാൻ ഡോറിൽ കൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു എഞ്ചിൻ കത്തുന്നു. സാധാരണ ഹെയർ ഹോസ്റ്റസ്മാർ നിലവിളിക്കത്തില്ല, യാത്രക്കാരെ നിലവിളിക്കുന്നത്. ഒരു എഞ്ചിൻ കത്തി, രണ്ടാമത് വീണ്ടും കൊല്ലിയാൻ അടിക്കുന്നു. അവർ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നും ഭയപ്പെട്ടില്ല. ബിക്കോസ് എന്നോട് കർത്താവ് പറഞ്ഞു, ബാംഗ്ലൂർ പട്ടണത്തിലെ അന്ധകാര ശക്തി പോരാടും, പേടിക്കരുത്. ആ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തില്ല, ചെന്നൈ കൊണ്ട് ലാൻഡ് ചെയ്തു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തത്. ഞാൻ പറയാൻ കാര്യം, ഈ ദേശത്തെ അഭിഷേകത്തോടെ നീ കാല് ചവിട്ടിയാൽ ഈ ദേശത്തെ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് ക്യാൻസറാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഡോക്ടർമാർ അത് എഴുതിയിരിക്കുന്നു, ഇത് എഴുതിയിരിക്കുന്നു. 114 സങ്കീർത്തനം ഒന്ന് വായിക്കണം. ദൈവം നിന്റെ മുമ്പേ നടക്കുന്നെങ്കിൽ, ദൈവം നിന്റെ അകത്ത് നടക്കുന്നെങ്കിൽ, നിന്നെ കാണുമ്പോൾ പനി ഓടുവെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നിന്നെ കാണുമ്പോൾ സമുദ്രം ഓടിപ്പോകും, നിന്നെ കാണുമ്പോൾ മുട്ടുവരയ്ക്കും. എന്തിനാ? കുന്നുകളുടെ മുട്ടുവരയ്ക്കുമെന്ന്, കുന്നുകളുടെ മുട്ടുവരയ്ക്കുമെന്ന്. പനി മാറുന്ന കാര്യമല്ല, നീ ആരാന്ന് മനസ്സിലാക്കിയോണ്ടല്ലോ പിശാച് നിന്റെ 7 അയലത്ത് വരത്തില്ല. നമുക്കിപ്പോഴും നമ്മളാരാന്ന് അറിയത്തില്ല, അതാ വിഷയം. നമ്മളാരാന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. ഇന്നറിയണം ആരാണ്. സ്തോത്രം. നീ അറിയുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി ഇറങ്ങിപ്പോടും. നീ വീട്ടോട് മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ആധിപത്യം പറഞ്ഞ് നിൽക്കുന്ന ചിലതുണ്ട് കേട്ടോ. ദൈവാത്മാവിനോട് പറയുക, ഭവനത്തിനകത്ത് ഭയങ്കര അസമാധാനം വ്യാപരിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല, പുറത്തിറങ്ങുമ്പോൾ അസുഖമില്ല. പക്ഷെ ഭവനത്തിനകത്ത് നിന്റെ കിടത്തി ഉറക്കാത്ത അസുഖം, നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ കർത്താവ് പുറത്തു കളയും. അതിന് കൂടെ ആരെയും കൊണ്ടുപോണ്ട, നിന്റെ അകത്ത് തീ കയറി പോയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. സാക്ഷി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ അയക്കുന്ന സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ അനേകരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കയറ് മേടിച്ചു വെച്ച, വിഷം മേടിച്ചു വെച്ച, കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച നൂറുകണക്കിന് ആൾക്കാരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം പറയുന്നത് അനുസരിക്കണം. കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കർത്താവ് യൂസ് ചെയ്യും. അവർ പഠിക്കുന്ന സ്കൂളിൽ, കോളേജിൽ കർത്താവ് ഉപയോഗിക്കും. ആര് റെഡിയാണ് അതിനു വേണ്ടി? ഹല്ലേലൂയ. സ്തോത്രം.